ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഓരോ കാര്യങ്ങൾ ശ്രദ്ധാപൂർവം ചെയ്യാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ വളർത്തു പിതാവ് ഔഷപിതാവ് ശ്രദ്ധിച്ചിരുന്നത് പോലെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്ത് കാര്യങ്ങൾ മുമ്പോട്ട് പോകാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, നീ ഞങ്ങളെ സഹായിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുള്ളമേ. ആമേൻ. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കണം എന്ന് അഗസ്റ്റിനസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. ക്യുറേനോസ് സിറിയായിൽ ദേശാധിപതി ആയിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു. പേരെഴുതാനായി ഓരോരുത്തരും താന്താങ്ങളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യയായ മറിയത്തെയും കൂട്ടിക്കൊണ്ട് പോയി. നമ്മൾ പലപ്പോഴും ഈ ഔസേപ്പിതാവിനെ കുറിച്ച് ഈശോ ഇങ്ങനെ പറഞ്ഞു തരാറുണ്ട്. ഒരു ദിവസം എന്നോട് കർത്താവ് ചോദിച്ചു, എൻ്റെ അമ്മ തീയ നിനക്കറിയാലോ. ശരിയാണ്, പരിശുദ്ധ അമ്മ തീയാണ്. ആ ഒരു തീ ആയതുകൊണ്ടാണ് ആ തീയിൽ നിന്ന് ആ പുത്രൻ ജനിച്ചത്. അപ്പോൾ കർത്താവ് വേറൊരു ചോദ്യം എന്നോട് ചോദിച്ചു, ഈ തീ സാധനത്തിനെയും എന്നെയും കൂടി ഒരുത്തനോട് നോക്കാൻ ഏൽപ്പിക്കണമെങ്കിൽ അവൻ എങ്ങനെയായിരിക്കണം? അപ്പോഴാണ് നമ്മൾ ഈ ഔസേപ്പിതാവിന്റെ മുഖത്തോട്ട് നോക്കുന്നത്. കാരണം അത് വേറൊരു സാധനമാണ്. കാരണം ആ ഒരു തീ സാധനത്തിനെയും ഈ ദൈവപുത്രനെയും കൂടി കാവലിന് ഒരുത്തനെ ഏൽപ്പിക്കണമെങ്കിൽ അവൻ എങ്ങനത്തെ വ്യക്തി ആയിരിക്കണം, എന്ത് കരുത്തുള്ളവനായിരിക്കണം, എന്ത് ആറ്റിറ്റ്യൂഡ് ഉള്ളവനായിരിക്കണം, എന്ത് നോക്കിയും കണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന പക്വതയുള്ളവനായിരിക്കണം, എന്തുമാത്രം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവനായിരിക്കണം. അപ്പോഴാണ് പതുക്കെ ഔസേപ്പിതാവിന്റെ ജീവിതത്തിലേക്ക് നോക്കുന്നത്. എൻ്റെ കർത്താവിനോട് പറഞ്ഞു, എൻ്റെ അപ്പൻ ഒരു ആശാരിയാണ്. ആശാരിമാരുടെ ഒരു പ്രത്യേകത കണക്ക് കൂട്ടലിന്റെ വ്യക്തികളാണ്. ഇപ്പൊ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പീഠം, ഇതൊക്കെ ഭയങ്കര ഒരു ഷാർപ്പൻഡായിട്ട് പണിതേക്കുന്ന ഒരു സാധനമാണ്. അതിൻ്റെ ഒരു മില്ലിമീറ്റർ തെറ്റിപ്പോയി കഴിഞ്ഞാൽ സ്യൂട്ട് ആവില്ല. പണ്ടത്തെ പുരകളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവൊക്കെ പണിതേക്കുന്ന, അല്ല ചട്ടക്കൂടൊക്കെ പണിതെടുക്കുന്ന ആശാരി എന്ത് കണക്കുകൂട്ടല്ല അവർ ചെയ്യുന്നത്. അവരുടെ ഒരു കണക്കുകൂട്ടലുകളും തെറ്റില്ല. ഈശോ പറഞ്ഞത്, എൻ്റെ അപ്പൻ്റെ ഒരു കണക്കുകൂട്ടലുകളും തെറ്റിയിട്ടില്ല. ജീവിതത്തിൽ ആ മനുഷ്യൻ കണക്കുകൂട്ടും ഓരോ കാര്യങ്ങള്. അവന്റെ ഒരു കണക്കുകൂട്ടലുകളും തെറ്റില്ല. കാരണം അങ്ങനെ കണക്ക് കൂട്ടി ജീവിതത്തെ കൂട്ടിക്കിഴിച്ച് കൊണ്ടുപോയ ഒരു മനുഷ്യനായിരുന്നു ഈ ഔസേപ്പിതാവ് എന്ന് പറയുന്നത്. ആ മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിൽ വംശത്തിൽ പെട്ടവനായിരുന്നാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യയായ മറിയത്തെ കൂട്ടി ചെന്നു. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പാർത്തിരുന്ന സ്ഥലത്തെ ഗവൺമെന്റിൽ നിന്ന് ഒരു റൂള് വന്നു, സകലരുടെയും പേരുകൾ എഴുതപ്പെട്ട് ചേർക്കണം. നമ്മളും ഇന്ത്യ മഹാരാജ്യത്താണ് ജീവിക്കുന്നത്. ഇന്ത്യയിലെ ഗവൺമെന്റ് പല റൂളുകളും ഇറക്കാറുണ്ട്. ഇന്നത് ചെയ്യണം, ഓരോ സമയത്ത് പറയാറുണ്ട്, ഇന്നത് ചെയ്യണം. ഇനി നമ്മുടെ തന്നെ കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ട സമയത്ത് തന്നെ ചെയ്യണം. അത് അങ്ങനെ ആ സമയത്ത് ചെയ്തു തീർക്കാൻ വേണ്ടി ചില സ്ട്രഗിൾസിലൂടെ നമ്മൾ കടക്കേണ്ടി വരും. ചില കംഫോർട്ട്സ് നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടി വരും. ഈ ഔസേപ്പിതാവിന് ബ്രേക്ക് ചെയ്യേണ്ടി വന്ന ഏറ്റവും വലിയ കംഫോർട്ട് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഈ നിറവയറോടെ നിൽക്കുന്ന ഒരാളാണ്. ഒരു ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം അവരനുഭവിക്കുന്ന വേദന ഏറ്റവും അവസാനത്തെ കാലഘട്ടത്തിലൂടെയൊക്കെ കടക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് ഞാൻ എൻ്റെ വൈഫിനെയൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം അവർക്ക് എണീറ്റ് നിൽക്കാൻ പറ്റത്തില്ല, അധിക സമയം നടക്കാൻ പറ്റത്തില്ല, എടുക്കാൻ പറ്റത്തില്ല, റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്. ഒത്തിരിയേറെ ബുദ്ധിമുട്ടിലൂടെ സഹിക്കുന്ന ഒരു സമയമാണ് അവസാനത്തെ ഒരു പ്രഗ്നൻസിയുടെ സ്റ്റേജൊക്കെ. ഏത് സമയത്ത് ഡെലിവറി നടക്കാം, അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് പരിശുദ്ധ അമ്മയിൽ നിന്ന് സമയം. അപ്പൊ വേണമെങ്കിൽ ഔസേപ്പിതാവിന് ഇങ്ങനെ ചിന്തിക്കാമായിരുന്നു, ഇത് കുറച്ച് നാൾ മാറ്റി വെച്ചാലോ, ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെന്ന് പേരെഴുതി കൊടുക്കാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ കണ്ട് മനസ്സിലാക്കി ചെയ്ത് അല്ലെങ്കിൽ കൈക്കൂലിയൊക്കെ കൊടുത്ത് വേണേൽ ചെയ്യാം, കുറച്ച് നാളുകൾക്ക് കഴിഞ്ഞു അതിന് പോസിബിലിറ്റി ഉണ്ടല്ലോ എന്ന് വേണേൽ ഔസേപ്പിതാവിന് ചിന്തിക്കാമായിരുന്നു. പക്ഷെ ഔസേപ്പിതാവ് ഒന്നും അത് ചിന്തിച്ചില്ല. കാരണം അത് ചില കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലൊക്കെ വരാറുണ്ട്, ഒരു ദിവസം കൊണ്ട് വേണേൽ നമുക്കത് ചെയ്തു തീർക്കാവേ, നമ്മൾ അന്ന് അത് ചെയ്യില്ല.
പല കാരണങ്ങൾ കൊണ്ട് അത് മാറ്റിവെക്കും. ഒരു ഗവൺമെന്റ് ഓഫീസിൽ ചെന്ന് ഒരു ഒപ്പിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ചെന്ന് നമ്മുടെ ഒരു ഫിംഗർ ID കൊടുക്കേണ്ട ഒരു കാര്യമായിരിക്കാം, അല്ലെ എന്തെങ്കിലുമൊക്കെ ലിങ്ക് ചെയ്യേണ്ട കാര്യമായിരിക്കാം, അല്ലെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്ന് ആധാറും നമ്മുടെ പാൻ കാർഡൊക്കെ ലിങ്ക് ചെയ്യേണ്ട സമയത്തൊന്നും ചെയ്യത്തില്ല. ചെയ്യാതെ വരുന്നവർക്ക് പിന്നെ ഫൈന് കാര്യങ്ങൾ, പിന്നെ അതിന് നൂലാമാലകളാണ്. അല്ലെ എടുക്കേണ്ട സമയത്ത് നമ്മൾ എടുക്കത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യും. പല പല കാരണങ്ങൾ നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മളത് പതുക്കെ 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 ഒഴിവാക്കും. നമ്മൾ ശ്രദ്ധിക്കത്തില്ല. അപ്പൊ അങ്ങനെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി പിന്നീട് അതിനുവേണ്ടി ദിവസങ്ങൾ നമ്മൾ ചെലവഴിക്കേണ്ടി വരും. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യത്തില്ല. ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത് തീർക്കേണ്ടത് ചിലപ്പോൾ നമ്മളൊരു 10 ദിവസമൊക്കെ കയറി ഇറങ്ങേണ്ടി വരും. കയറി ഇറങ്ങിയാലും നടന്നെന്ന് വരില്ല. കാരണം അന്ന് ഒരു ഇച്ചിരി സ്ട്രഗിൾ സഹിച്ചിരുന്നെങ്കിൽ ആ ഒറ്റ ദിവസം കൊണ്ട് അത് ചെയ്തു തീർക്കാമായിരുന്നു. അപ്പൊ നമ്മൾ പല ബുദ്ധിമുട്ടുകളും നമ്മൾ മനസ്സിൽ കേട്ടിട്ട് അത് മാറ്റിവെക്കും. അത് ചെയ്യില്ല. കാരണം ചില ബുദ്ധിമുട്ടുകൾ നമ്മൾ സഹിച്ച് ആ കംഫോർട്ടേ നമ്മൾ ബ്രേക്ക് ചെയ്തെങ്കിൽ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇവര് ചെയ്ത കാര്യം അത്രയും വലിയ ഒരു സ്ട്രഗിളിന്റെ അല്ലെ, ആ ഡെലിവറി അടുത്ത് നിൽക്കുന്ന ആ സംഭവം പോലും, അതിന്റെ ഒരു കംഫോർട്ട് സോൺ പോലും ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. കാരണം ഔസപിതാവ് എല്ലാം മുൻകൂട്ടി കരുതിയിട്ടുണ്ടാവും. പ്രസവം നോക്കാൻ ഒരു ആയയെ, വൈദ്യം നോക്കാനായിട്ട് ഡോക്ടേഴ്സിനെ, കുഞ്ഞിനെ കിടത്താനായിട്ട് പട്ടുമെത്തയും കാര്യങ്ങളും. കാരണം ദൈവപുത്രനല്ലേ ജനിച്ചു വീഴുന്നത്. എല്ലാ കാര്യങ്ങളും അവിടെ അറേഞ്ച് ചെയ്ത് വെച്ച അവരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഒരു സംഭവം വരുവാണ്. ഇവര് അതിനെ കംപ്ലീറ്റ് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ഒരു പേരെഴുത്തിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്ത് അങ്ങോട്ട് പോവാണ്. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ഒത്തിരി കമ്പനികളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഒത്തിരി എക്സ്പീരിയൻസിലൂടെയൊക്കെ കടന്നു പോയൊരു വ്യക്തിയാണ്. അപ്പൊ നമ്മളൊക്കെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ചിലപ്പോൾ ഒരു 20,000 രൂപ കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ആ സമയത്ത് അവർ ചെയ്യില്ല. ചിലപ്പോൾ ചില സജഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ, ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു 20,000 റുപ്പീസ് മുടക്കിയാൽ അത് അന്ന് പെർഫെക്റ്റ് ആയിട്ട് അത് ചെയ്യാൻ പറ്റും. അതന്ന് ചെയ്യില്ല. അതിട്ട് ഓടിക്കാൻ ശ്രമിക്കും. എന്നിട്ട് നാളെ ഒരു സുപ്രഭാതത്തിൽ 2 ലക്ഷം രൂപ മുടക്കിയാലും അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവത്തില്ല. എന്നിട്ട് അവിടെ കൊണ്ട് 2-ന് 4 ലക്ഷം രൂപയും കളയും. പക്ഷെ ഇന്നൊരു 20,000 രൂപ മുടക്കിയാൽ മതിയായിരുന്നു. നാളെ ആ 4 ലക്ഷം രൂപ നമുക്ക് ലാഭിക്കാം. അത് പക്ഷെ ചെയ്യത്തില്ല. ഇനി ചില കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട സമയത്ത് നമ്മൾ ശ്രദ്ധിക്കത്തില്ല. നമ്മളിപ്പം ഡെയിലി ടോയ്ലറ്റിൽ കയറുന്നു. ചിലപ്പോൾ ഒരു പൈപ്പ് ഇങ്ങനെ ലീക്ക് ആയിക്കൊണ്ടിരിക്കും. നമ്മളതൊന്നും ശ്രദ്ധിക്കത്തില്ല. നമ്മളത് ഒരു തുള്ളിയല്ലേ പോകത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് മിണ്ടാതെ വെച്ചിട്ട് പോരും. പക്ഷെ ഒരു തുള്ളി ഇല്ല, പല തുള്ളി പെരുവെള്ളമാണ്. എന്നിട്ട് ആ ഒരു ലീക്ക് ആയിരിക്കും. ചിലപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ മോട്ടർ അടിക്കേണ്ടത് എൻ്റെ വീട്ടിൽ ഒരു 5 പ്രാവശ്യം മോട്ടർ അടിക്കേണ്ടി വരും ഒരു ദിവസം. അപ്പൊ 50 രൂപ എന്ന കറണ്ട് ബില്ല് എൻ്റെ വീട്ടിൽ 250 രൂപയായി മാറും. അതും നമ്മൾ ശ്രദ്ധിക്കത്തില്ല. കുറെ നാൾ കഴിയുമ്പോൾ ഇത് 2,500 ആകും. കുറെ നാൾ കഴിയുമ്പോൾ 5,000 ആകും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. ആ സമയത്ത് അടിച്ചടിച്ചടിച്ച് നമ്മുടെ മോട്ടർ കത്തിപ്പോവും. അപ്പൊ ആ മോട്ടറിന് വേണ്ടി ഞാൻ മുടക്കണം 10,000 രൂപ വേറെ. അത് പണിയിപ്പിക്കണം, ഇലക്ട്രീഷ്യൻസിനെ കൊണ്ടുവരണം, കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്തുമാത്രം എക്സ്പെൻസിലേക്കാണ് മുമ്പോട്ട് പോകുന്നത്. അതേസമയം ലീക്ക് ആകുന്ന പൈപ്പ് 15-20 രൂപ കൊടുത്താൽ നല്ല ടാപ്പ് കിട്ടും. ആ സാധനം വാങ്ങിച്ചൊന്ന് പൂട്ടി വെച്ചാൽ മതി. അപ്പൊ 20 രൂപ കൊണ്ട് മുടക്കേണ്ടത് ഞാൻ 6 മാസം 1 വർഷം കഴിയുമ്പോൾ ഒരു 10,000 രൂപ 15,000 രൂപയിൽ എത്തിച്ചു വയ്ക്കും. ചില കാര്യങ്ങളിൽ നമ്മൾ കൊടുക്കേണ്ട ശ്രദ്ധ നമ്മൾ കൊടുക്കത്തില്ല. ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു പോയാൽ മതി. പല പല അസുഖങ്ങളും നമ്മൾ മാറ്റാം വീട്ടിൽ നിന്ന്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രായത്തിൽ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ച് നമുക്ക് വളർത്താൻ വേണ്ടിയല്ലേ അപ്പൻ്റെ അമ്മയുടെയും കയ്യിൽ ആ കുഞ്ഞുങ്ങളെ തന്നിരിക്കുന്നത്. ഞാൻ കുറെ നാളുകൾക്ക് മുമ്പ് ഈ ക്ലബ് ഹൗസ് ഒക്കെ തുടങ്ങിയ സമയം, ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞൊരു ആപ്പൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വന്ന സമയം, കുറെ നാൾ ഈ ക്ലബ് ഹൗസിൽ ഇങ്ങനെ പെറ്റിരിക്കുമായിരുന്നു. അന്ന് ഭയങ്കര ഒരു ഹോബിയായിരുന്നു. ഇങ്ങനെ കുറെ ചർച്ചകളിലൊക്കെ നമ്മളിങ്ങനെ പങ്കെടുക്കും. കുറെ നാൾ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ചില പ്രയോജനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത് നമ്മുടെ സമയം കൊല്ലിയാന്ന് മനസ്സിലായി. പതുക്കെ അതിൽ നിന്ന് നമ്മളങ്ങ് പയ്യെ ഒഴിവാകാൻ തുടങ്ങി. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ഒരു ഡിസ്കഷനൊക്കെ വന്നായിരുന്നു. ഈ കുഞ്ഞുങ്ങൾക്കുണ്ടാവുന്ന വൈകാരിക തലങ്ങള്, കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന സ്വഭാവത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ഒരു ചർച്ച ഇങ്ങനെ ഉണ്ടായി. അപ്പൊ ഒരാളെ പരിചയപ്പെട്ടു. ഒരു മോണിക്ക എന്ന് പറഞ്ഞ ഒരു എഡ്യൂക്കേഷൻ എക്സ്പേർട്ടിനെ ഞാൻ പരിചയപ്പെട്ടു. അപ്പൊ ആള് അതിൽ ഇങ്ങനെ PhD എടുത്ത ഒരാളാണ്. അപ്പൊ ആളുമായിട്ട് ഭയങ്കര ഒരു വേൾഡ് ഫേമസ് ആണ്. ആളുമായിട്ട് ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ സംസാരിക്കാനായിട്ട് ഇട വന്നു. അന്ന് മനസ്സിലാക്കിയെടുത്തൊരു കാര്യമുണ്ട്. അന്നൊരു ഡിസ്കഷൻ ഇങ്ങനെ വന്നു. ഈ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ഇങ്ങനെ ഹോർമോൺ ചേഞ്ചസിനെ കുറിച്ചാണ് അന്നത്തെ ഒരു ഡിസ്കഷൻ വന്നത്. അന്ന് ആ ഒരു ഡിസ്കഷനിൽ നമ്മളെടുത്തൊരു വിഷയം ഇതാണ്. ഇപ്പോൾ ഒരു ആൺകുഞ്ഞ് വീട്ടിൽ ജനിക്കുന്നു. ഓക്കെ, ഒരു ആൺകുഞ്ഞ് വീട്ടിൽ ജനിച്ച് പതുക്കെ 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 ഇത് വളർന്നു വരുന്നു. ഒരു പെൺകുഞ്ഞ് വീട്ടിൽ ജനിക്കുന്നു, അതും പതുക്കെ പതുക്കെ വളർന്നു വരുന്നു. ഒരു 4 വയസ്സ് 5 വയസ്സ് വരെ ഇതുങ്ങളെ കണ്ടാൽ തിരിച്ചറിയത്തില്ല.
ആണാണോ പെണ്ണാണോ അല്ലേ? ഒരു അപ്പിയറൻസ് ചെയ്യുന്ന അവർ തിരിച്ചറിയുന്നില്ല. അതിനുശേഷമാണ് ആണായിട്ടും പെണ്ണായിട്ടും വളർന്നു വരുന്നത്. അവരുടെ ശരീരത്തിലൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങും, ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാകാൻ തുടങ്ങും, സ്വഭാവത്തിൽ മാറ്റം വരാൻ തുടങ്ങും. ആണിൻ്റെ ടേസ്റ്റിലേക്ക് വരുന്നു, പെണ്ണിൻ്റെ ടേസ്റ്റിലേക്ക് വരുന്നു. പക്ഷേ ഒരു 4-5 വയസ്സ് കഴിയുമ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് അപ്പിയറൻസിൽ ഇത് ആണായിരിക്കും, പക്ഷേ ഇത് പതുക്കെ പെണ്ണിൻ്റെ ടേസ്റ്റ് കാണിക്കാൻ തുടങ്ങും. പെണ്ണിൻ്റെ ടേസ്റ്റ് കാണിക്കാൻ തുടങ്ങും. അപ്പോൾ പെണ്ണിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ കാണിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ ഒരു പെണ്ണിന് എന്താണോ ഇഷ്ടപ്പെടുന്നത് അതായിരിക്കും ഈ കുഞ്ഞിന് ഇഷ്ടപ്പെടുന്നത്. അതിനെപ്പോലെ സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ ഒരു പെണ്ണിൻ്റെ ഡ്രസ്സൊക്കെ ഇടാൻ തുടങ്ങും. അവൻ ചില വീടുകളിൽ ഇതൊന്നും ശ്രദ്ധിക്കപ്പെടാറില്ല. കാരണം ശ്രദ്ധിക്കാൻ എവിടെയാ സമയം? നമുക്ക് ഒത്തിരി 100 കൂട്ടം കാര്യങ്ങളുണ്ടല്ലോ. നമുക്ക് ഒരു 10 മണിക്കൂർ വാട്സപ്പിൽ പെറ്റിരിക്കണമല്ലോ, ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്യണമല്ലോ, ഇനി കുറേ ഫ്രണ്ട്സിൻ്റെ കൂടെ ദൂർത്തടിക്കാൻ പോകണമല്ലോ, ഇനി നമുക്ക് കുറേ ആഘോഷങ്ങളിൽ പങ്കെടുക്കണമല്ലോ, നമുക്ക് കളിക്കാൻ പോകണമല്ലോ, നമ്മുടെ ചില കംഫർട്ട് സോണിൽ നമ്മളായിരിക്കുമല്ലോ. നമുക്ക് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാൻ എവിടെ സമയം? അല്ലെങ്കിൽ നമ്മൾ വിദേശത്താണല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നാട്ടിലാണല്ലോ. നമുക്ക് കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് പറ്റുന്നില്ലല്ലോ. നമ്മൾ അതുങ്ങൾക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ വെട്ടിപ്പിടിക്കാൻ പോവാണല്ലോ. പക്ഷെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്നു. എന്നിട്ട് ഇങ്ങനെ ടേസ്റ്റിൽ വരുന്ന ഒരു കുഞ്ഞ് പതുക്കെ അത് വളർന്നു വരുന്നു. ആരും ശ്രദ്ധിക്കപ്പെടുന്നില്ല. അതിന് കംപ്ലീറ്റ്ലി ഒരു പെണ്ണിൻ്റെ ടേസ്റ്റാണ്, പക്ഷേ അപ്പിയറൻസിൽ അതൊരാണാണ്. അപ്പോൾ ആണുങ്ങൾ ഇടുന്ന ഡ്രസ്സൊന്നും ഇടാനായിട്ട് അതിന് ഇഷ്ടപ്പെടില്ല. ആണുങ്ങളുടെ സംസാര രീതി ആയിരിക്കത്തില്ല. കുറേ കാലം കഴിയുമ്പോൾ, ഒരു 10-15 വർഷം കഴിയുമ്പോൾ അത് ഒരു 15 വയസ്സൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് മുമ്പോട്ടൊക്കെ പോകുമ്പോൾ ഹിസ് കംപ്ലീറ്റ്ലി എ ലേഡി, പക്ഷേ ഒരു ആണിൻ്റെ രൂപമായിരിക്കും. അതിന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. സമൂഹത്തിൽ നിന്ന് അത് ഒറ്റപ്പെടാൻ തുടങ്ങും. ആ സമയത്ത് കുടുംബക്കാർ ആ സമയത്തായിരിക്കും ശ്രദ്ധിക്കുമ്പോൾ ഭയങ്കര വിഷയമാണ്. അതിനെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ പുറത്തിറക്കത്തില്ല. അങ്ങനെ വരുന്ന ആ ഒരു ആണിന് ഹീസ് കംപ്ലീറ്റ്ലി ഒരു പെണ്ണാണത്. പക്ഷെ ആണിൻ്റെ ഷേപ്പേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരാണിനെ ഇഷ്ടപ്പെടത്തുള്ളൂ. അതിനൊരു പെണ്ണിനെ ഇഷ്ടപ്പെടത്തില്ല. കാരണം അതിന് ആണിനെ ഇഷ്ടപ്പെടത്തുള്ളൂ. അങ്ങനെയാണ് പലരും ഇങ്ങനെ ഒരു ഗേ സെക്സ് അങ്ങനെ ഒരു കാറ്റഗറിയിലേക്കൊക്കെ തള്ളപ്പെടുന്നത്. അങ്ങനെയാണ്. ഇനി നേരെ തിരിച്ചും അപ്പുറ സൈഡ്, ഒരു പെൺകുഞ്ഞ് വീട്ടിൽ ജനിക്കുന്നു. ആ പെൺകുഞ്ഞ് പയ്യെ വളർന്നു വരുന്നു. ഒരു 4 വയസ്സ് 5 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം ഇത് പതുക്കെ ആണിൻ്റെ സ്വഭാവം കാണിച്ചു തുടങ്ങും. അങ്ങനെ ഇത് വളരുന്നു. ഇതിന് ആണിൻ്റെ ടേസ്റ്റാണ്. അത് ജീൻസും ടീഷർട്ടും ഇട്ടോ നടക്കത്തുള്ളൂ. അല്ലെ ആണുങ്ങൾ ഡ്രസ്സ് ചെയ്യുന്ന പോലെ ചെയ്യത്തുള്ളൂ. ആണുങ്ങൾ ചെയ്യുന്ന പോലെ സംസാരമൊക്കെ ആണിൻ്റെ രീതിയായിരിക്കും. അപ്പോൾ ഒരു അപ്പിയറൻസിൽ മാത്രമേ ഒരു പെണ്ണ് കാണത്തുള്ളൂ. കംപ്ലീറ്റ്ലി ഒരു ആണായിട്ടാണ് അത് ജനിക്കുന്നത്. അങ്ങനെ ഒരു 10-15 വയസ്സ് 20 വയസ്സ് കഴിഞ്ഞാൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു പെണ്ണിനെ ഇഷ്ടപ്പെടത്തുള്ളൂ. ആണിനെ ഇഷ്ടപ്പെടത്തില്ല. കാരണം അതിന് കംപ്ലീറ്റ് ആണിൻ്റെ ടേസ്റ്റാണ്. അങ്ങനെയാണ് ഒരു സ്വവർഗം അങ്ങനത്തെ ഒരു ലെവലിലേക്കൊക്കെ അവരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചിലരൊക്കെ ശക്തമായിട്ട് അങ്ങനെയുള്ള കല്യാണങ്ങളൊക്കെ നടത്തണമെന്നൊക്കെ ശക്തമായിട്ട് വിവാദിക്കുന്നവർ ഇങ്ങനത്തെ ഒരു കാറ്റഗറിപ്പെട്ട് ഇങ്ങനത്തെ ഒരു വിഷയത്തിലുള്ള ആൾക്കാരായിരിക്കും, മെൻറ്റാലിറ്റിയിലുള്ളവരായിരിക്കും. ഇതിന് ഒരു മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കും. കുഞ്ഞു പ്രായത്തിൽ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കേണ്ട സമയത്ത് അതുങ്ങൾക്ക് ഒരു ശ്രദ്ധ കൊടുക്കണം. നമ്മളതുങ്ങളെ അനലൈസ് ചെയ്യണം. അതുങ്ങളുടെ ടേസ്റ്റ് എങ്ങനെയാണ് പോകുന്നത്, അതുങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, എങ്ങനെയാണ്. ആ സമയത്ത് ചെറിയൊരു മെഡിക്കൽ സപ്പോർട്ട് അല്ലെ ചെറു മെഡിസിൻസ് ഒക്കെ കൊണ്ട് ഒരു 2 ആഴ്ച കൊണ്ട് 3 ആഴ്ച കൊണ്ട് ഈ ആണിനെ ആണാട്ടും പെണ്ണിനെ പെണ്ണാട്ടും നമുക്ക് ജീവിപ്പിക്കാൻ പറ്റും. ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധ കൊടുത്തേ പറ്റൂ. ആ കാലഘട്ടങ്ങൾ കുഞ്ഞുങ്ങളെയൊക്കെ അനലൈസ് ചെയ്തേ പറ്റൂ, ശ്രദ്ധിച്ചേ പറ്റൂ. ഇതെല്ലാം കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ പെട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് പറഞ്ഞിട്ട് അവർ ഒതുക്കി സമൂഹത്തിൽ നിന്നൊക്കെ മാറ്റി അവഗണിച്ച് കൊടും പാപമാന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനൊക്കെ കാരണക്കാർ ഉത്തരവാദികൾ ആരാ? ഹൂ ഇസ് ദ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്? അതുകൊണ്ട് ഫ്രാൻസിസ് പാപ്പയൊക്കെ അവരെയൊക്കെ ചേർത്ത് പിടിക്കണമെന്ന് പറഞ്ഞു. കാരണം ദൈവത്തിന്റെ സൃഷ്ടിയിൽ അതിൻ്റെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്, അത് നശിക്കാൻ പാടില്ല. ചില ചേർത്ത് പിടിക്കലുകൾ, ചില കരുതലുകൾ ഒരുപക്ഷെ ഈ വൈദ്യത്തെ കഴിഞ്ഞും സൗഖ്യത്തെ അതിൻ്റെ ഒരു വലിയ ആനന്ദത്തിലേക്ക് സൗഖ്യത്തിലേക്ക് അവരെ നയിക്കാനായിട്ട് അത് ഉപകരിക്കും. അതൊക്കെ ചിലതൊക്കെ ശ്രദ്ധിച്ചു പോയാൽ മതി. എന്നിട്ട് ആ അനലിസ്റ്റ് പറഞ്ഞൊരു കാര്യം ഇതാണ്, അവരൊക്കെ ആയിരിക്കുന്ന രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു രീതിയുണ്ട്, ഒരു ചൈൽഡ് അനലൈസർ ഉണ്ട്.
ഒരു 4 വയസ്സ് തൊട്ട് ഒരു 7 വയസ്സ് വരെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ അനലൈസ് ചെയ്യും, എന്തെങ്കിലും വിഷയം ഉണ്ടോ എന്നൊക്കെ. അങ്ങനെ അനലൈസ് ചെയ്ത് ആ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു കുറേ എക്സസൈസ് കാര്യങ്ങളെല്ലാം കൊടുക്കും. എന്നിട്ട് അതങ്ങ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പേരൻസിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അങ്ങനെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു മെഡിക്കൽ ഹെൽപ്പ് ഒരു 2 ആഴ്ച 3 ആഴ്ചത്തെ ട്രീറ്റ്മെൻറ്റോട് കൂടി ഒരു കംപ്ലീറ്റ് അതുങ്ങളെ ഒന്ന് റിക്കവർ ആക്കി കൊണ്ടുവരികയാണ്. എന്നിട്ട് ഞങ്ങളിത് ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇതുപോലെ തന്നെ ഒരു പെണ്ണ്, അത് അത് ഇത് ആണിൻ്റെ ടേസ്റ്റിലായിരുന്നു ജനിച്ച് വളർന്ന് എല്ലാം വന്നത്. അത് പിന്നീട് അത് ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി ഒരു പെണ്ണായിട്ട് മാറി. അതിൻ്റെ ജീവിത കഥകൾ അത് പറഞ്ഞപ്പോഴത്തേക്ക് എന്തുമാത്രം സങ്കടം വന്നെന്നറിയോ? കാരണം അതിങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു ഒരു സ്ട്രീറ്റിലൂടെയൊക്കെ നടക്കാൻ ഇതിന് പറ്റത്തില്ല. കാരണം പിള്ളേരെല്ലാം കമന്റ് അടിക്കാൻ തുടങ്ങും. അപ്പൊ ഇത് ഇങ്ങനെ വരണമെങ്കിൽ ഒരു 10 മീറ്റർ കൊണ്ട് അല്ലെ ഒരു 50 മീറ്റർ കൊണ്ട് നടന്ന് വീട്ടിലെത്താനായിട്ട് ഇത് 2 കിലോമീറ്റർ കറങ്ങി വരും. ആരുടെയും ഫേസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അതിന്. മുമ്പോട്ട് വരാനായിട്ട് പറ്റുന്നില്ല. എന്നിട്ട് അവസാനം ഈ ഒരു മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു സ്ത്രീയായി മാറി. അതൊരു 38ാമത്തെ വയസ്സിലെങ്ങാണ്ടാണ് കംപ്ലീറ്റ് ഒരു സ്ത്രീയായിട്ട് മാറുന്നത്. അപ്പൊ ആ ഒരു പുള്ളിക്കാരി ഇങ്ങനെ പങ്കുവയ്ക്കുവാണ്, എൻ്റെ അപ്പനും അമ്മയും എൻ്റെ ഒരു 3ാമത്തെ വയസ്സിലോ 4ാമത്തെ വയസ്സിലോ എനിക്കിങ്ങനെ ഒരു വിഷയം ഉണ്ടെന്നൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എൻ്റെ ഇത്രയും വർഷം പോകത്തില്ലായിരുന്നല്ലോ. ജീവിക്കേണ്ട സമയങ്ങൾ, കാരണം ചില കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തേ പറ്റൂ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കാര്യത്തിലൊക്കെ. അതുപോലെ ഗവൺമെന്റിന്റെ ഓരോ കാര്യങ്ങൾ, നേറ്റിവിറ്റിയുടെ കാര്യം, ഐഡന്റിറ്റിയുടെ കാര്യം, അതുപോലെ കറക്ഷൻസ്, ചില തിരുത്തലുകൾ. ഞാനൊക്കെ ഇപ്പോൾ ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മേഖല ഇതാണ്. കാരണം ഞാൻ കൺവേർട്ട് ചെയ്ത് വന്നതാണ്. എൻ്റെ പേരൊക്കെ ഒഫീഷ്യൽ പേരൊക്കെ പണ്ടത്തെ പേരാണ് കിടക്കുന്നത്. അത് തിരുത്തിയിട്ടില്ല. അന്നൊന്ന് തിരുത്തണ്ട എന്നൊരു ചിന്തയായിരുന്നു. പിന്നീട് വന്നു കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റ് പോലും പഴയ പേരാണ് കിടക്കുന്നത്. കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ ഇനി ഇത് മാറ്റാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. ഒത്തിരി സങ്കടമായിപ്പോയി. ഈ ഇടയ്ക്കാണ് ഞാനത് മാറ്റാനായിട്ട് നിന്നേ. പക്ഷെ മാറ്റേണ്ട സമയത്ത് എനിക്ക് മാറ്റാൻ പറ്റണമായിരുന്നു. പക്ഷെ അന്ന് ചെയ്തില്ല അത്. അന്ന് നമ്മൾ പല ഒഴുകഴികളും പറഞ്ഞു. നേരത്തെ ആ ഔസപിതാവിന്റെ ഒരു ആറ്റിറ്റ്യൂഡൊന്നും അന്ന് ഇല്ല നമുക്ക്. കാരണം നമുക്ക് അന്ന് അവിടെ ചെന്ന് ക്യൂ നിൽക്കാൻ പറ്റത്തില്ല, കാല് കിഴയ്ക്കുമല്ലോ. പക്ഷെ അന്ന് കാല് കിഴയ്ക്കുമെന്ന് കരുതിയിരുന്നത് ഇന്ന് ഒരു 10 പ്രാവശ്യം കയറി ഇറങ്ങി ആ വേദന നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് കാലിനൊക്കെ. ഓരോ കാര്യങ്ങൾ ചെയ്യും. അന്ന് എനിക്കൊരു സിമ്പിളായിട്ട് അത് ചെയ്തെടുക്കാമായിരുന്നു കാര്യങ്ങളൊക്കെ. കല്യാണത്തിന് മുമ്പ് തന്നെ വേണേൽ മാറ്റായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് മാരേജ് സർട്ടിഫിക്കറ്റിലെ പേര് മാറ്റാൻ ചെന്ന കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ പിന്നെ പേര് മാറ്റാൻ പറ്റത്തില്ല, പ്രശ്നമാണ്. എന്നിട്ട് കുഞ്ഞുങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എല്ലാം പഴയ പേരാണ് വന്നത്. എൻ്റെ കൂടെ ഇപ്പോൾ ഏലിയാസ് ഇട്ട് ജോർജ് ജോസഫ് എന്നും കൂടി വന്നിട്ടുണ്ട്. എന്നാലും നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലോ. എന്നോട് എൻ്റെ വൈഫ് ഒരു മുൻകരുതൽ പോലും തന്നായിരുന്നു. ആര് ചോദിച്ചില്ലായിരുന്നു നിന്റെ മോള് ചോദിക്കുമെന്ന് പറഞ്ഞു പിന്നീട്. കാരണം പെൺപിള്ളേരെല്ലാം അങ്ങനെയാണല്ലോ. അപ്പന്മാരുടെ മുഖത്ത് നോക്കി എന്ത് ചോദിക്കാൻ അതുങ്ങൾക്ക് യാതൊരു മടിയില്ലല്ലോ. അതുങ്ങൾ ചോദിക്കും എന്തായാലും. അതുകൊണ്ട് മാറ്റേണ്ടത് മര്യാദയ്ക്ക് ചെന്ന് മാറ്റിക്കോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ പണി കിട്ടണം. പണി കിട്ടിയാലേ മാറ്റത്തുള്ളൂ. ഒരു വിദേശത്തെ ഒരു യാത്ര കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പേര് ഒരു മെയിൻ ഫാക്ടറായിട്ട് നിൽക്കുക. ഇപ്പം പയ്യെ മാറ്റി. ഇനി പയ്യെ 1-2 ഡോക്യുമെന്റ്സും കൂടി മാറ്റാനുള്ളൂ. ബാക്കിയെല്ലാം കുറേ നടന്നു. കാരണം അന്ന് എനിക്ക് വേണമെങ്കിൽ ഒരു 1-2 ദിവസം നടന്നിരുന്നെങ്കിൽ അതെല്ലാം ചെയ്യാമായിരുന്നു. ഒരു 2-3 മാസമായിട്ട് നടക്കും ഇപ്പം. ചില കാര്യങ്ങൾ, ചില കറക്ഷൻസ്. എന്നിട്ട് എനിക്ക് ഏറ്റവും തലവേദന പിടിച്ച ഇതാണ്. ഒരു ഇതിൽ പേരിൻ്റെ കൂടെ ഇനിഷ്യലുണ്ട്, ഒരെണ്ണത്തിൽ അപ്പൻ്റെ പേര് കൂടെ ചേർത്തിട്ടുണ്ട്, ഒരെണ്ണത്തിൽ അപ്പൻ്റെ പേര് ഇല്ല, കട്ട് ചെയ്തിട്ടുണ്ട്, ഒരെണ്ണത്തിൽ ഇനിഷ്യൽ ഇല്ല. ഇനി ഇതെല്ലാം ഒരാളാണെന്ന് നമ്മൾ തെളിയിക്കണം. എന്തൊക്കെ ചടങ്ങുകളാണ്. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ദയവ് ചെയ്ത് ശ്രദ്ധിച്ചു പോകുന്നത് നല്ലതാണ് നമ്മുടെ കുടുംബത്തിൽ. കാരണം അതൊക്കെ ഔസപിതാവ് ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ടാണ് ആ വയ്യാത്ത ഭാര്യയും വിളിച്ചുകൊണ്ട് പോയത്. അവിടെ ചെന്ന് അത് എല്ലാം എഴുതി ക്ലിയർ ആക്കി കാണും. അത് പുള്ളി ഡോക്യുമെന്റ്സ് എല്ലാം കറക്റ്റ് ആക്കി കാണും. പിന്നീട് അതിനുവേണ്ടി സമയം കളയാനായിട്ട് ഔസപിതാവിന് പറ്റത്തില്ല. പക്ഷെ നമ്മൾ പിന്നീട് സമയം കളയും. ഇനി ആരോടെങ്കിലും എന്തെങ്കിലും പറയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ വിളിച്ചങ്ങ് പറഞ്ഞു തീർത്തേക്കുക. ഇത് ഇനി 2 മാസം കഴിഞ്ഞാൽ പറയുന്നെങ്കിൽ 2 മാസം നമ്മുടെ തലയ്ക്കകത്തൂടി അയാൾ കിടന്ന് ഓടും. എങ്ങനെ പറയണം, ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവുമോ, അതോ ഇങ്ങനെ. അതുകൊണ്ട് ആ ലോഡെല്ലാം അങ്ങ് ഇറക്കി വെച്ചേക്ക്. കുറച്ച് പ്രയോറിറ്റൈസ് ചെയ്യാൻ ലൈഫിൽ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് മോസ്റ്റ് പ്രയോർ ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം അങ്ങ് ചെയ്തു തീർത്തേക്കുക. അങ്ങനെ പതുക്കെ 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 നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ദ കെയർ, ജാഗ്രത, ശ്രദ്ധ, ഇതൊക്കെ നമ്മുടെ വീടിന് ആവശ്യമാണ്. ഇനി ചില അസുഖങ്ങൾ തുടക്കത്തിൽ തന്നെ നോക്കുക. എന്താണ് വിഷയമെന്ന് മനസ്സിലാക്കുക. ഇത് ഗൗരവം കൊടുക്കേണ്ടതാണോ? തുടക്കത്തിൽ ഗൗരവം കൊടുത്ത് അതിനെ കറക്റ്റ് ചെയ്ത് മാറ്റുക. പല സാഹചര്യത്തിലും പെട്ടെന്നുണ്ടാവുന്ന വിഷമം. എൻ്റെ ഒരു
ആത്മീയമായിട്ട് ഒത്തിരി അടുത്ത ഒരു ആളാണ്. പക്ഷെ ആളുടെ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പെട്ടെന്നൊരു ഇന്റേണൽ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായി. ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായി ആള് പെട്ടെന്ന് തീരും അങ്ങനെ ഒരു സിറ്റുവേഷനായി. ആളുടെ കൂടെ ആരുമില്ല. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എവിടെയോ പോയി തലകറങ്ങി അങ്ങ് വീണു. ചെന്ന് നോക്കിയപ്പോൾ അകത്ത് ഇന്റേണൽ ബ്ലീഡിംഗ് ആണ് മൊത്തം. അങ്ങനെ പെട്ടെന്ന് അവർ വേറൊരു ഹോസ്പിറ്റലിലേക്ക് സ്വിച്ച് ചെയ്തു. എല്ലാം കഴിഞ്ഞു. ലാസ്റ്റ് ഞാനിങ്ങനെ അതിൻ്റെ ജീവിത പങ്കാളിയോട് ചോദിച്ചപ്പോഴത്തേക്ക് ജീവിത പങ്കാളി പറഞ്ഞു, ഇതുപോലെ എന്തെങ്കിലും വേദന വരുമ്പോൾ പാരാസെറ്റമോൾ എടുത്ത് കഴിക്കും, എന്താണെന്നൊന്നും പറയത്തില്ലായിരുന്നെന്ന്. അപ്പോൾ ഞാൻ മറ്റേ കക്ഷിയെ വിളിച്ചു, മീൻസ് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന കക്ഷിയെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു, ഓരോരുത്തരും അവരവരുടെ ഭാഗം കറക്റ്റ് ചെയ്യുന്നതല്ലേ ജോർജെ, ഓരോരുത്തരും അവരവരുടെ ഭാഗം കറക്റ്റ് ചെയ്യുന്നു. എനിക്ക് ഒത്തിരി സങ്കടം തോന്നി. കാരണം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കണം. അതിനാ നമുക്ക് പാർട്ട്ണറെ തന്നേക്കുന്നത്, കുഞ്ഞുങ്ങളെ തന്നേക്കുന്നത്, കാര്യങ്ങളൊക്കെ തന്നേക്കുന്നത്. ആ ശ്രദ്ധ നമ്മൾ കൊടുക്കണം. ഔസേപ്പിതാവ് ശ്രദ്ധിച്ചിരുന്ന പോലെ നമുക്കും ശ്രദ്ധിക്കാം, ശ്രദ്ധ കൊടുക്കാം. ഓരോ കാര്യത്തിൽ, ഈച്ച് ആൻഡ് എവറിത്തിങ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും, നമ്മുടെ തന്നെ കാര്യത്തിലും, നമ്മുടെ ശരീരത്തിൻ്റെ കാര്യത്തിൽ. അല്ല, ഇതും മുമ്പോട്ട് പോകേണ്ടതല്ലേ? 37 വയസ്സായിട്ടുള്ളൂ. ഇനിയും ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഇനിയും ഒത്തിരി കഷ്ടപ്പെടാനുണ്ട്, ഓടാനുണ്ട്, നേടാനുണ്ട്, നന്മയായിട്ട് മാറാനുണ്ട്. ഒത്തിരി പേർക്ക് ഈശോയെ പകർന്നു കൊടുക്കാനുണ്ട്. ഒത്തിരി സ്ഥലത്ത് കയറി ചെല്ലാനുണ്ട്. അതിനും ആരോഗ്യം വേണ്ടേ നമുക്ക്? ആ കാര്യങ്ങൾ പോലും നമുക്ക് പതുക്കെ ശ്രദ്ധിച്ചു പോകാം. അതുകൊണ്ട് ആ ഔസേപ്പിതാവിൻ്റെ പുണ്യം നമ്മുടെ ജീവിതത്തിലാവട്ടെ. കാരണം അല്ലേ, ജോസഫ് ദാവീദിന്റെ കുടുംബത്തിൽ വംശത്തിൽ പെട്ടവനായാലും അവിടെ പേരെഴുതിക്കാൻ വേണ്ടി ഗലീലയെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദായിലെ ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് തൻ്റെ ഗർഭിണിയായ ഭാര്യയായ മറിയത്തോടു കൂടെ പോയി. അപ്പം നമ്മളും ജീവിതത്തിൽ ഈ അമ്മയെ കൂട്ടുപിടിച്ച് പോകാം. അപ്പം അമ്മ ഇങ്ങനെ സൂചന തരും, നമുക്കത് ചെയ്യാം. പക്ഷെ അമ്മയുടെയും പൂർണ്ണ മനസ്സോടു കൂടിയാണ് കൂടെ പോയത്, ശരിയല്ലേ? അല്ലെങ്കിൽ നിറയെ ഗർഭിണിക്ക് പറയാൻ പറ്റത്തില്ല, എനിക്കെങ്ങും വരാൻ പറ്റത്തില്ല, ഇങ്ങനെ പോയി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരാൻ പറയും. പക്ഷെ അതല്ല, പരിശുദ്ധ അമ്മ കൂടെ ഉണ്ടാവും. ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട്. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ നമ്മൾ നിലനിർത്തി പറ്റും. അതുങ്ങൾക്ക് വേണ്ട സമയത്ത് വേണ്ട കെയർ, സ്നേഹം, ആശ്രയം, ചേർത്ത് പിടിക്കൽ എല്ലാം പേരൻസിൽ നിന്ന് കിട്ടണം. വല്യപ്പനിലും വല്യമ്മയിൽ നിന്നല്ല കിട്ടേണ്ടത്, സ്വന്തം അപ്പനിൽ നിന്ന്, അമ്മയിൽ നിന്ന് അത് കിട്ടണം കേട്ടോ. അത് നമുക്ക് കൊടുക്കാൻ പറ്റണം. അങ്ങനെ കൊടുക്കുന്ന ഒരാളാണ് അപ്പൻ, അങ്ങനെ കൊടുക്കുന്ന ഒരാളാണ് അമ്മ. അപ്പം നമ്മൾ നല്ലൊരു അപ്പൻ അമ്മയാവാം, നമ്മൾ നല്ലൊരു സിറ്റിസൺ ആവാം. നമ്മുടെ രാഷ്ട്രം നമുക്ക് അനുശാസിക്കുന്ന ചില നിയമങ്ങളൊക്കെ പാലിക്കാനായിട്ടുള്ള ഒരു മനസ്സിലേക്ക് നമുക്ക് എത്താം. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തു തീർക്കാനുള്ള ഒരു കൃപയിലേക്ക് ദൈവപിതാവ് നമ്മളെ നയിക്കട്ടെ. ഔസേപ്പിതാവിനെ ശക്തിപ്പെടുത്തിയതുപോലെ നമ്മളെയും ദൈവം ശക്തിപ്പെടുത്തട്ടെ. ആമേൻ.